ഇത്തവണ എല്ലാ ഇടവകളിലും ചെന്നപ്പോൾ പ്രത്യേകമായിട്ടൊരു കാര്യം കണ്ടത് എന്താണെന്നറിയോ, ഒട്ടുമിക്ക എല്ലാവരും തന്നെ പിണ്ടി നന്നായി ഡെക്കറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ ആഗ്രഹമുള്ളൊരു മോഡൽ എന്ന് പറയുന്നത് ഫ്ലവർ വേസ് തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും പേടി, ആ പ്ലീറ്റ്സ് എങ്ങനെയാണ് വെട്ടുന്നത്, ശരിയാവും, അല്ലെങ്കിൽ ഇത് ഒട്ടിച്ചെടുക്കുമ്പോൾ അത് കീറി പോകാൻ സാധ്യതയുണ്ടല്ലോ, അങ്ങനെ കുറേ സംശയങ്ങളാണ് എല്ലാവർക്കും. ആ ഒരു പേടി കാരണം തന്നെ കുറേ പേര് ഈ ഫ്ലവർ വേസ് മോഡൽ ഉണ്ടാക്കാതിരിക്കാറുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ പ്ലീറ്റ്സ് ഒന്നും ഇല്ലാതെ തന്നെയും നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഫ്ലവർ വേസ് മോഡൽ ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ആണ് നമുക്കിത് ഇവിടെ ബിജി ചേച്ചി കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ യൂട്ടൻ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോഴുള്ളത് കൊടകര ഇടവക അതിർത്തിയിലുള്ള വേലത്തിപ്പറമ്പിൽ ആൻ്റണി ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ. ആൻ്റണി ചേട്ടൻ്റെ ഭാര്യ ബിജി ചേച്ചിയാണ് ഈ ഒരു പിണ്ടി ഇത്ര ഭംഗിയായിട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും മക്കളും ചേച്ചീനെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഈ പ്ലീറ്റ്സിന് പകരം ഇവരിവിടെ ചെയ്തിരിക്കുന്നത് ഫ്ലവേഴ്സ് തന്നെയാണ് കൊത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്ലവേഴ്സിൽ ഈർക്കിലെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ വേസിൻ്റെ ഷേപ്പ് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പൂവ് നമ്മൾ കുറേ ഡെക്കറേഷൻസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു മോഡലിലുള്ള ഫ്ലവർ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് കണ്ടപ്പോൾ തന്നെ കുറച്ച് എളുപ്പമുള്ളൊരു മോഡലാണെന്ന് തോന്നി. പക്ഷെ അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് എന്തായാലും ബിജി ചേച്ചി തന്നെ കാണിച്ചു തരുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി. അതുകൊണ്ട് ചേച്ചി നമുക്ക് പറഞ്ഞപ്പോൾ തന്നെ വേഗം ഏറ്റവും സന്തോഷത്തോടു കൂടി തന്നെ ചേച്ചി വേഗം പേപ്പറൊക്കെ എടുത്ത് ഈ രണ്ട് ഫ്ലവറും ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ആ ഒരു മെത്തേഡ് ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഫ്ലവർ വേസ് മെത്തേഡ് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ ഫ്ലീറ്റ്സ് ഇല്ലാതെ തന്നെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ഈർക്കിലുമ ചൈന പേപ്പർ ചുറ്റിയിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഈർക്കിൽ ഗ്രീൻ കളറിലുള്ള ചൈന പേപ്പർ ചുറ്റി കൊടുത്തിട്ടുണ്ട് മുകളിൽ. ഈ ഒരു ഷേപ്പ് കണ്ട, ഈ ഈർക്കിലിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ വേസിൻ്റെ ഷേപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓ, ആ പ്ലീറ്റ് തന്നെ ഷേപ്പിൽ വെട്ടിയിട്ട് അല്ലേ. ചൈന പേപ്പറിൽ ഒരു പ്ലീറ്റ് വെട്ടി എടുത്തിട്ട് അതാദ്യം കുത്തി. ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു ഷേപ്പ് കറക്റ്റ് കിട്ടി. ദെൻ ആ ഷേപ്പ് അനുസരിച്ചിട്ടാണ് ഈ ഫ്ലവേഴ്സ് എത്ര ലെങ്ത്തിൽ കുത്തണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുള്ളത്. ഈർക്കില് ആ ലെങ്ത്തിനുള്ളത് കട്ട് ചെയ്തു അല്ലേ. അപ്പൊ ആ പ്ലീറ്റിന്റെ ലെങ്ത്തിൽ തന്നെ, ആ പ്ലീറ്റിന്റെ വിഡ്ത്ത് അനുസരിച്ച് ഓക്കെ ആ കുത്താനുള്ള ലെങ്ത് ഉൾപ്പെടെ കുറച്ച് കൂട്ടിയിട്ടാണ് ആ ഒരു ഈർക്കിലുകൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പ്ലീറ്റ് ആദ്യം അവർ വെട്ടി റെഡിയാക്കി എടുത്തു. എന്നിട്ട് അതിനുശേഷം അതിന്മേ ഈർക്കിലുകൾ വെച്ച് ഈർക്കിലിക്ക് എത്ര ലെങ്ത് വേണമെന്ന് തീരുമാനിച്ചു. അതിനുശേഷമാണ് അതിൽ ഈ പേപ്പർ ഒട്ടിച്ചു കൊടുത്ത് പൂവ് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഡിസൈനിൽ കുത്തി കൊടുത്തു. അതാണ് ഇത്ര കറക്റ്റ് ആയിട്ട് ഈ ഒരു വേസിന്റെ ഷേപ്പ് കിട്ടിയിട്ടുള്ളത്.
നമ്മളിപ്പോൾ ഈ വഴിക്ക് ഇങ്ങ് പാസ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡ് കളറിൽ നല്ല ഭംഗിയുള്ളൊരു ഹാർട്ട് ഇവിടെ കണ്ടു കേട്ടോ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്നല്ല കേട്ടോ, ആര് കണ്ടു കഴിഞ്ഞാലും ഇതിവിടെ വന്ന് കാണാതെ ഒരു ഫോട്ടോ എങ്കിലും എടുക്കാതെ പോകുമെന്ന് തോന്നണില്ല. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത് മാളിയേക്കൽ ജോയി ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ജോയി ചേട്ടനും ഭാര്യ റീജ ചേച്ചി 2 മക്കൾ 3 മക്കളുണ്ട് അല്ലേ. ഒരാളെ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളൂ, 2 പേര് എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ 3 പേര്, ഇവർ 5 പേരും കൂടിയാണ് ഇത്ര ഭംഗിയായിട്ട് ഈ ഒരു ഹാർട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫുള്ള് ഇങ്ങനെ റെഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴും പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല ഉദിച്ച് നിൽക്കുന്ന നല്ല, അതും ഇതിൻ്റെ ഷേപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ഫ്രെയിമാണെന്ന് പറയാം. ഒരു ഫ്രെയിം അവർ ചെയ്തിരിക്കുകയാണ്. ആ ഫ്രെയിം കുത്തി കൊടുത്തിട്ടുള്ളത് ഈ ഒരു പിണ്ടിമേലാണ്. ഇതിൻ്റെ സൈഡിൽ തെർമോക്കോള് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെർമോക്കോളിലേക്കാണ് ഈ പൂക്കൾ ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഇത് ഫുള്ള് റെഡ് വരുന്നു. അപ്പോൾ ശരിക്കും നമ്മളെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ റെഡ് കളറാണല്ലോ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കളറിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇത് വീടിൻ്റെ മുന്നിൽ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യാൻ തോന്നിയത് ഏറ്റവും അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. അപ്പോൾ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും. പ്രകൃതിയിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് മഴവില്ലല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് മഴവില്ലിൻ്റെ അഴകാണ്. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോഴുള്ളത് താണിശ്ശേരി ഇടവകയിലാണ്. മഴവില്ലിൻ്റെ മുഴുവൻ ഭംഗിയും ഇങ്ങനെ എന്താ പറയുക എടുത്തു വെച്ചിട്ടുള്ള ഒരു പിണ്ടിയാണ് കൽവിളക്കിൻ്റെ രൂപത്തിൽ ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത് ചെമ്പകശ്ശേരി ജോസേട്ടൻ്റെ വീട്ടിലാണ്. മഴവില്ലിൻ്റെ എല്ലാ കളറുകളും ആ ഒരു നല്ല ഭംഗിയിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ സ്ട്രക്ചറിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുത്ത് പറയേണ്ടതാണ്. ഇതിലെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, ഒന്നും പറയാനില്ല, അത്രയ്ക്ക് സൂപ്പറാണ് കേട്ടോ. എന്താ പറയുക, ഒരു നമ്മളെവിടെയും വേറെ ഇത്രയും പെർഫെക്ഷനിൽ ഈ ഒരു മോഡൽ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക, ഇനിയും ഇതുപോലെയുള്ള മോഡലുകളൊക്കെ നമുക്ക് വീണ്ടും വീഡിയോ ആയിട്ട് എടുക്കാനായിട്ട് പറ്റട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് ഈ ഒരു മോഡൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ പിണ്ടി ഡെക്കറേഷൻ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ഒരു പിണ്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ശരിക്കും ഏറ്റവും സമ്മാനാർഹമായിട്ടുള്ളൊരു മോഡൽ എന്ന് തന്നെ പറയാം. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പിണ്ടി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കൽവിളക്കിൻ്റെ മോഡലിലാണെങ്കിൽ നിലവിളക്കിൻ്റെ മോഡലിൽ ഒരു പിണ്ടി ഡെക്കറേഷനും കൂടെ നമുക്ക് കാണാം കേട്ടോ. അത് മഞ്ഞളി മാമ്പ്ര നെൽസൺ ജയൻ്റെ വീട്ടിലാണ്. അത് നമ്മളൊരു പുതിയൊരു വെറൈറ്റിയാണ്, നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് കാണാം. നമ്മുടെ കൊച്ചു മിടുക്കനാണ് ആൻജോയ് ആണ് കേട്ടോ ഈ ഒരു പിണ്ടി ഇത്ര ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ. 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആള് കുഞ്ഞു കുട്ടിയാണ്, എന്നാലും കയ്യിലിരിപ്പം അത്ര കുഞ്ഞിതൊന്നല്ല കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ക്രാഫ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം അത്ര ഭംഗിയായിട്ട് ഇവനിത് ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു വർക്ക് ചെയ്യാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല. അത് മാത്രമല്ല കേട്ടോ, ഇവന് ഇലക്ട്രിക്കൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഭയങ്കര താല്പര്യം. ഈ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല ഭംഗിയായിട്ട് കൊടയമ നല്ലോണം മാല ബൾബൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാല ബൾബുകളൊക്കെ നിറച്ചിട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇവൻ്റെ പണിയാണെന്നാണ് ഇവൻ്റെ അപ്പച്ചൻ പറഞ്ഞിട്ടുള്ളത്. ഡേവിസ് ഏട്ടനും പ്രിൻസി അപ്പച്ചനും അമ്മച്ചിട്ട് അവർ വന്നപ്പോൾ തന്നെ ഇവനെ കുറിച്ചുള്ള കുറേ വിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മിടുക്കനായിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ പേരാമ്പ്രയാണ് ഇവൻ്റെ ശരിക്കും വീട്. ഇത് അമ്മ വീടാണ് അല്ലേ. അപ്പോൾ അവിടെയും നല്ല ഭംഗിയായിട്ട് പിണ്ടി ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ മുൻപൊരു വീഡിയോയിൽ ഇവൻ്റെ പിണ്ടി ഡെക്കറേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇപ്രാവശ്യം ഇവന് ഇവിടെ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഇവിടെ വന്നേ തീരുമാനിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നേട്ടോ. അപ്പോൾ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക്
ഇത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് ആൻജോ. ഇനി എല്ലാ വർഷവും നല്ല രസമായിട്ട് ചെയ്തോളൂ കേട്ടോ.